അക്ഷരമുറ്റത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങൾ 2.5 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളെയാണല്ലോ നമ്മൾ ആദ്യമായി അക്ഷരം എഴുതിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ അച്ഛനോ അപ്പൂപ്പനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശാന്തിയോ അവരാരെങ്കിലുമായിരിക്കും കുഞ്ഞിനെ മടിയിലിരുത്തി താലത്തിൽ അരിമണിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നത്. അവിടെ നമ്മൾ കുറിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓം എന്നെഴുതിയതിന് ശേഷം ഹരി ശ്രീ ഗണപതായേ നമ എന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ അക്ഷരത്തിൽ എഴുതിക്കുന്നത്. ഇതൊരിക്കലും അക്ഷരങ്ങളല്ല. അക്ഷരങ്ങൾ എഴുതാൻ പോകുന്ന ഒരു കുഞ്ഞ് അക്ഷരം എഴുതുന്നതിന് മുൻപ് ഹരിയെയും ശ്രീയെയും ഗണപതിയെയും നമിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പൊരുൾ. ഇനി ആരാണ് ഹരിയും ശ്രീയും? ഹരി എന്നാൽ മഹാവിഷ്ണു, ശ്രീ എന്നാൽ മഹാലക്ഷ്മി, ഗണപതി. ഇവരെ 3 പേരെയും നമിച്ചിട്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ അക്ഷരം എഴുതാൻ പോകുന്നത്. ഇനി നമുക്ക് അക്ഷരത്തിലേക്ക് കടക്കാം. അക്ഷരങ്ങളെ പൊതുവെ 50 എണ്ണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനെ 2ആയി നമുക്ക് തിരിക്കാം. ഒന്ന് സ്വരാക്ഷരങ്ങളെന്നും മറ്റൊന്ന് വ്യഞ്ജനാക്ഷരങ്ങളെന്നും. സ്വരാക്ഷരങ്ങളുടെ പ്രത്യേകത അവയെ പിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു. ആ മുതൽ ഔ വരെയുള്ള അക്ഷരങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ. ഇത്രയുമാണ് സ്വരാക്ഷരങ്ങൾ. എന്നാൽ ഇതിന് ശേഷം 2 അക്ഷരം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? അം, ആ. ഇവ രണ്ടിനെയും നമ്മൾ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. കാരണം ഇവ അനസ്വാരം, വിസർഗം എന്നിവയാണ്. ഇത് അനസ്വാരം, വിസർഗം കാണിക്കാൻ ഏതൊരു അക്ഷരത്തിൻ്റെയും പിന്നിൽ ഈ ഒരു പൂജ്യവും വിസർഗവും ഇട്ടാൽ അതിനെ എന്നും ആ എന്നും ഉച്ചരിക്കും. അങ്ങനെ സ്വരാക്ഷരങ്ങൾ ഇവിടെ എത്ര എണ്ണമുണ്ട്? ആ മുതൽ ഔ വരെ 13 അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. ഈ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു കാര്യം അം, ആ എന്ന് പറയുന്ന അനസ്വാരം, വിസർഗം. ഇവയിൽ ആ വന്നതിന് ശേഷം പൂജ്യം ചേർത്താൽ അതിനെ അം എന്നും, ആ ആയ്ക്ക് പകരം അവിടെ തായോ പായോ കായോ ഏതക്ഷരം വന്നാലും അതിൻ്റെ പിന്നിൽ ഒരു പൂജ്യം ചേർത്താൽ അത് അനസ്വാരവും താഴെയും മുകളിലുമായി ഓരോ പൂജ്യം ഇട്ടാൽ അത് വിസർഗമായും കണക്കാക്കപ്പെടും. ഉദാഹരണം തം, പം, അം, കം. ഇങ്ങനെ വരുന്നതെല്ലാം അനസ്വാരങ്ങളാണ്. പിന്നെ ക, ത, അതിൻ്റെ എല്ലാം അവസാനം അ എന്നൊരു ഉച്ചാരണം വരുന്നുണ്ട്. അതാണ് വിസർഗം. ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമസ്കാരം.